ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നബി സ്വല്ലല്ലാഹു നമ്മളെ വളരെ ഗൗരവപൂർവ്വം ഊന്നി പഠിപ്പിച്ചൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികളെ തെർബിയത്തിൽ നമുക്ക് വരാവുന്ന മറ്റൊരു അപാകത എന്ന നിലയ്ക്ക് ചൂണ്ടിക്കാട്ടുന്ന കാര്യമാണ് അദ്മുൽ അദ്ലി ബൈനൽ ഔലാദ്. അദ്മുൽ അദ്ലി ബൈനൽ ഔലാദ്, കുട്ടികൾക്കിടയിൽ നീതിപൂർവ്വം പെരുമാറാതിരിക്കാൻ. ഇത് ഭയങ്കരമായ പ്രശ്നം കുട്ടികൾ ഉണ്ടാക്കും. ഇതിന്റെ ആഴം എത്രയാണ് എന്ന് ചോദിച്ചാൽ, മുതിർന്ന ഈ പ്രായത്തിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ പഴയ വീടിനെ കുറിച്ച് ഒന്ന് പുനരവലോകനം ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ഒരു അവഗണനയിലൂടെ പെരുമാറിയിട്ടുണ്ടോ എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ കൂടുതൽ മക്കൾ 5 or 6 മക്കളുള്ള വീട്ടിൽ നിങ്ങളോടൊരു അല്പം മോശമായി, എന്നോട് കുറച്ച് മോശമായിട്ട് എന്റെ വാപ്പിയമ്മയും പെരുമാറിയത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആ തോന്നൽ നിങ്ങളുടെ ഹൃദയത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. സഹോദരങ്ങളെ, ഒരു കാരണവശാലും നമ്മൾ കുട്ടികൾക്കിടയിൽ എന്തെങ്കിലും നിലക്കുള്ള അനീതികൾ ചിലപ്പോൾ നമ്മളടുത്ത് വന്നു പോകും. പക്ഷെ ആ വന്നു പോകുന്നതിനെ മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹത്തെ നമ്മൾ നിലനിർത്തുകയും പുറത്തത് പ്രകടിപ്പിക്കാതിരിക്കുകയും വേണം. ഇപ്പൊ ഉദാഹരണമാണ്, ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, ഇന്റെ ഉപ്പാക്ക് ഒരൊറ്റ പ്രശ്നമുള്ള എന്താ പ്രശ്നം എന്ന് വെച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞെന്താ വെച്ചാൽ, ഇന്റെ അമ്മ പറയും, നോക്കെ ആ അയലോക്കത്തെ കുട്ടികളൊക്കെ ഒരു ഒച്ചയും കൂടി ഒന്ന് കേൾക്കില്ലല്ലോ, എത്ര നല്ല കുട്ടികൾ, അവരെന്തെങ്കിലും ആയത്. അല്ലെങ്കിൽ ചോദിക്കുന്നത്, ആ ചെറിയ കണ്ടത് ഓൻ എന്തോ ഒരു ഉഷാറാണ്. ഇങ്ങളൊക്കെ ഒരു കാര്യം എന്താണ്, ഈ കമ്പയർ ചെയ്യലുണ്ടല്ലോ കുട്ടികൾക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ മോശാന്നാണ് എനിക്ക് പ്രശ്നമല്ല, കാരണം എന്നെക്കാളും നല്ലത് മറ്റോനാന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമാണ് സംഗതി. ഞാൻ പറഞ്ഞത്, ഒന്ന് എന്റെ രക്ഷിതാക്കന്മാരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൊരു അനീതി ഉണ്ട്, കാരണം വെച്ചാൽ നമ്മൾ എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണണം. ഒരു കുട്ടിയേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ പ്രോത്സാഹനത്തിന് വേണ്ടി പറയുന്ന വാക്കുകൾ മാത്രമല്ല, അത് ഏറ്റവും പ്രധാനമാണ്. അതേപോലെ തന്നെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, നിങ്ങളുടെ കുട്ടികളൊക്കെ ചെറുപ്പത്തിലൊക്കെ ചില പല കുട്ടികളും എന്താ വെച്ചാൽ അവരൊക്കെ മലയാളം മീഡിയം സ്കൂളിലാണ് പറഞ്ഞേക്കുക. പക്ഷെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയി. അപ്പൊ ഒരു 3 കുട്ടിനെ മലയാളം മീഡിയത്തിൽ പറഞ്ഞയച്ചു, 4ാമത്തെ കുട്ടിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞയച്ചു. ഇത് പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞു അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സ്വാഭാവികമായി എന്താ വെച്ചാൽ അത് മൂത്ത 3 ആൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഉൾക്കൊണ്ട പ്രശ്നമില്ല പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ഇവിടെ സ്കൂൾ ചേർക്കാനായി, ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വന്നിട്ടുണ്ട്. അവ നിങ്ങളൊക്കെ വേറെ സ്കൂൾ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിക്ക് പോകാൻ സൗകര്യം അതാണ്, പഠിക്കാൻ സൗകര്യം അതാണ്. അതുകൊണ്ട് ഇങ്ങൾക്കൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ കൊണ്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂൾ തന്നെ കൊണ്ടേക്കാം. ആ കുട്ടിക്ക് വലിയ സന്തോഷം. ഞാൻ പറഞ്ഞ ഓരോ സമ്മതപ്രകാരങ്ങൾ ആക്കിക്കോളും. ഒരു പക്ഷെ ആ കുട്ടി എങ്ങാനും എന്തെങ്കിലും നിർഭാഗ്യത്തിന് ഈ 3 കുട്ടികൾ എവിടെ എത്തിയില്ല, ആ കുട്ടി എങ്ങാനും ഒരു ഉന്നത പൊസിഷനിലെത്തി, അവന് സമൂഹം ആദരിക്കുന്ന ഒരു സ്ഥാനത്തെത്തുമ്പോൾ ആ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, നമ്മളെ വാപ്പിയമ്മയും നമ്മളെ വിദ്യാഭ്യാസത്തിൽ ഒരു പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു, അവന് വളരെ സൗകര്യത്തിൽ നല്ല ജീവിതം കിട്ടുകയും ചെയ്തു എന്ന് ചിലപ്പോൾ മനസ്സിൽ വേദനയോടെ ചിന്തിച്ചേക്കാം. ഞാൻ പറഞ്ഞ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സാന്ദർഭികമായി എന്തെങ്കിലും ഒരു കുട്ടിയോട് പ്രത്യേകം ചെയ്യേണ്ടി വന്നു വിചാരിക്കും. ചിലപ്പോൾ ഒരു കുട്ടി വൈകല്യമുള്ള കുട്ടി ഉണ്ടാവും, ചെറിയ മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവും. അങ്ങനത്തെ വല്ല പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഒന്ന് ആൺകുട്ടിയാവും ഒന്ന് പെൺകുട്ടിയാവും, അങ്ങനത്തെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പെൺകുട്ടികളെ നമുക്ക് ചിലപ്പോൾ അത്ര ദൂരെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറ്റില്ല, ആൺകുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ ആ സാഹചര്യങ്ങൾ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്നിട്ട്, ഞാൻ ഒരാൾക്ക് ഒരു ദാനം കൊടുക്കുന്നു എന്റെ മക്കളിൽ ഒരാൾക്ക് എന്ന് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യരുത്, ഇതിന് നീ എന്നെ സാക്ഷിയാക്കരുത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും ഒരു കുട്ടിനെ പ്രത്യേക ഒരു കാര്യം ചുമതലപ്പെടുത്തുമ്പോൾ മറ്റു കുട്ടികൾക്ക് വിഷമം വരാത്ത രൂപത്തിൽ ചുമതലപ്പെടുത്തുക. ഒരു കുട്ടിയെ പ്രശംസിക്കുമ്പോൾ മറ്റു കുട്ടികൾക്ക് വിഷമം വരാത്ത രൂപത്തിൽ പ്രശംസിക്കുക. ഒരു കുട്ടിയെ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റു കുട്ടികൾക്ക് വിഷമം വരാത്ത രൂപത്തിൽ കുറ്റപ്പെടുത്തുക. എല്ലാ സന്ദർഭത്തിലും നീതിയോടുകൂടെ മക്കൾക്കിടയിൽ പെരുമാറാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. സഹോദരങ്ങളെ, ഇതിൽ ഏറ്റവും സങ്കടകരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഈ അനീതി എത്രത്തോളം എന്ന് വിചാരിച്ചാൽ, ഒരു 10, 60, 70, 90 വയസ്സായിട്ട് മരിക്കാൻ പോണ കാരണന്മാർ എന്ത് ചെയ്യുന്ന, സ്വത്ത് ഓഹരി വെക്കുമ്പോൾ